മൊബൈലും പിടിച്ചിങ്ങനെ പോവാ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മളിത് നാട്ടിലുള്ളപ്പോൾ പാലക്കാട് പോകുമ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ്. ശരത്തൻ്റെ അമ്മയുടെ വീട് പാലക്കാട് നെന്മാറയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പെരുമ്പടപ്പിൽ നിന്ന് അമ്മയും ചേച്ചിയും ശ്രേയൊക്കെ ഉണ്ടാവാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ശ്രേയുവിന് പെട്ടെന്നൊരു എക്സാം വന്നു. അങ്ങനെ അവരുടെ വരവ് ക്യാൻസലായി. ഞങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് നമ്മൾ ഋതുവിന് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിന് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴമൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ പോവുകയാണ്. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. NSS കോളേജ് നെന്മാറയിലായിരുന്നു അമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണ് കേട്ടോ. എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് എനിക്കിനി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ മൊബൈലും പിടിച്ചിങ്ങനെ പോവാ. അല്ല അമ്മ കാറില് എങ്ങനെ വന്നിരുന്നു? ഞങ്ങള് നടന്നിട്ട് കോളേജിന്റെ അവിടെ അത് സ്കൂളില് എവിടെയാണ് മറ്റേ ഷൂട്ടിങ്ങില്ലേ സിനിമ മലയാളി മാമന വണക്കം ഷൂട്ടിങ്ങില്ലേ അതിവിടെയാ. ആ മലയാളം സത്യവാൻ ചേച്ചിയുടെ വീട്. ഡൽഹി മേടിക്കാൻ നമ്മുടെ വീട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കസിൻസിൻ്റെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കാലത്ത് വന്നാലും എല്ലാ വീട്ടിലൊക്കെ നമ്മൾ കയറി തിരിച്ച് വീടെത്തുമ്പോൾ നല്ല ലേറ്റ് ആവാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിക്ക് എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ എന്താ സ്കൂൾ ഫോട്ടോ എടുക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് അവനെ നമ്മുടെ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പെർമിഷന് കാര്യങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് എടുക്കാനൊക്കെ കുറച്ച് ഡിലേ വന്നു. അതാണ് ആ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് അമ്പൂമുള്ള വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്പൂമ്മ ഇങ്ങോട്ട് കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇനി പളനിക്ക് പോകണം ഋതുവിൻ്റെ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പൂമ്മേനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഫസ്റ്റ് അമ്പൂമ്മേനെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവരിപ്പോൾ ഉണ്ടാക്കിയ വീടാണ്. റൈറ്റ് സൈഡിലുള്ളതാണ് തറവാട്. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്കാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തറവാട്ടിൽ പോയി എല്ലാവരും കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്കും കൂടിയും പോയി. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ കൃഷി കാര്യങ്ങളൊക്കെ ഭയങ്കര മെയിനാണ് കേട്ടോ. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഋതുവിന് പിന്നെ അവിടെ എല്ലാവരെയും കണ്ടപ്പോഴൊന്നും അവന് വലിയ പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തേക്കും അവൻ പോകണമൊക്കെ ഉണ്ടായിരുന്നു. കരച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഞാൻ പറഞ്ഞല്ലോ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ളത് ഒരു റബ്ബറും തോട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റബ്ബർ ഇങ്ങനെ വെട്ടി സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അവനെ ഈ ഓടി കടിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ശരത്തേട്ടൻ പണ്ട് ചെയ്തിരുന്നതാണ് ഈ ബുഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരുന്നത്. എന്നിട്ട് അമ്മോടും ചെയ്യാനൊക്കെ പറയുമായിരുന്നു. ഞാൻ ഈ സെയിം സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക എല്ലാവരും പണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എന്താ അമ്മയ്ക്ക് അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൊടപ്പുളി കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ മരമുണ്ട്. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ അവർ ഉണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഉണങ്ങിയിട്ട് ഞങ്ങൾ പോയ സമയത്തായിരുന്നു പിന്നെ ഉണക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ കുരുമുളകും കൊക്കോ ആ സംഭവമൊക്കെ കൊക്കോക്കായ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇവരുടെ ഈ വീടിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയിൽ അതും ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങോട്ട് പോയി ഞാൻ ഋതുവിനായിട്ടാണല്ലോ പോയത്. അപ്പോൾ മുകളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ അവനെ നമ്മൾ എടുത്തിരിക്കണ കാരണം തന്നെ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മയുടെ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയ വീഡിയോകളൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ നേരത്തെ നമ്മൾ ലാസ്റ്റ് ഡിന്നർ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ തൃശ്ശൂർ പോവുകയാണ് ചെയ്തത്. അവിടെ എല്ലാ ഉണ്ണികളെല്ലാവരും കൂടിയിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി.